ടാക്സ് ഇതൊക്കെ റിപ്പീറ്റ് ചോദ്യമാണ് കേട്ടോ എക്സാമിന്. ദെൻ ഇൻട്രൊഡക്ഷൻ ടു ഇൻഡയറക്റ്റ് ടാക്സ് GST എൻറ്റയർ ബേസിക്സ് നമുക്ക് ആദ്യം കാണാൻ സാധിക്കും. പിന്നെ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് സപ്ലൈ ഈ ടേമുകൾ മനസ്സിലാക്കാനും ഇതിന്റെ ലോ ആയതുകൊണ്ട് തന്നെ ടാക്സ് ക്രെഡിറ്റ് എന്താണ്, നമുക്ക് GSTയുടെ ബേസിക്സ് ഇൻപുട്ട് ടാക്സ്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM ഫസ്റ്റ് സെമസ്റ്ററിന്റെ ഓൺലൈൻ ക്ലാസ്സസ് നെക്സ്റ്റ് വീക്ക് മുതൽ നമ്മൾ ആരംഭിക്കാൻ പോവാണെന്നുള്ളത് ഇതിനേക്കാൾ മുമ്പുള്ള വീഡിയോസിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. കാരണം നമുക്ക് 5 പേപ്പേഴ്സ് ആണ് ഒരു സെമസ്റ്ററിൽ പഠിക്കാനുള്ള. ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് ഒരു പ്രോബ്ലം പേപ്പറും ബാക്കി 4 തിയറി പേപ്പേഴ്സും ആണ് വരുന്നത്. ആ 4 തിയറി പേപ്പറിലാണെങ്കിൽ 2 തിയറി പേപ്പർ അത്യാവശ്യം കട്ടിയുള്ള തിയറി പേപ്പേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ടൈം എടുത്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഹൈ സ്കോറിലോട്ട് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. സോ ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ മെൻഷൻ ചെയ്താണ്. സോ അതിനുശേഷം ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്ന 1-2 റിക്വസ്റ്റ് ആണ്. സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് അനലൈസ് ചെയ്യാനും സ്റ്റഡി മെറ്റീരിയലിന്റെ എൻറ്റയർ ഡീറ്റെയിൽസ് ഒന്ന് കാണിക്കാനും, എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ളത് അറിയണ്ടേ. പലരും അഡ്മിഷൻ എടുത്തിട്ടുള്ളോ. ഞാൻ പറഞ്ഞു നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ പഠനം ആരംഭിക്കാൻ പോവാണ്, സമയം വേസ്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ആവും, ഈ പറയുന്ന അസൈൻമെന്റ് സബ്മിഷനും അതുപോലെ തന്നെ എക്സാമും ഒക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യാണ്ട് നമ്മുടെ ക്ലാസ്സസ് ഒക്കെ ആരംഭിക്കാൻ പോവാണ്. സോ ഈ ഒരു വീഡിയോയില് ഫസ്റ്റ് സെമസ്റ്ററിലെ പ്രോബ്ലം പേപ്പർ ആയിട്ടുള്ള പ്രാക്ടിക്കൽ ടാക്സേഷന്റെ സിലബസ് ഡീറ്റെയിൽസും സ്റ്റഡി മെറ്റീരിയലിന്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സ്റ്റഡി മെറ്റീരിയൽ മുഴുവൻ നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. വീട്ടിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM അതുപോലെ തന്നെ BCom BBA ഈ 3 കോഴ്സസിനും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. സബ്ജക്ട് വൈസ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാനും സാധിക്കും. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, ഇതുവരെയുള്ള റിസൾട്ട്സ് ഒക്കെ നമ്മുടെ സൂപ്പർ റിസൾട്ട്സ് ആണ്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആണ് പ്രാക്ടിക്കൽ ടാക്സേഷന്റെ സ്റ്റഡി മെറ്റീരിയൽ ഡീറ്റെയിൽസ്. അപ്പോൾ പേപ്പർ ഇതാണ്, പ്രാക്ടിക്കൽ ടാക്സേഷൻ. കോഴ്സ് കോഡ് നമുക്ക് തന്നിട്ടുണ്ട് സെമസ്റ്റർ 1. സോ നമുക്ക് പ്രാക്ടിക്കൽ ടാക്സേഷൻ എന്ന് പറയുന്നത് എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സ് ആണ്. മാസ്റ്റർ ഓഫ് കോമേഴ്സ്, സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ. സോ ഇതാണ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിന്റെ ഏറ്റവും ആദ്യത്തെ പേജ് കേട്ടോ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. ദെൻ നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് പേജിലോട്ട് പോവുകയാണെങ്കിൽ കാണാൻ സാധിക്കും ഇതാരൊക്കെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്, അവരുടെ ഡീറ്റെയിൽസ് ആണ്. ദെൻ അതിനുശേഷം മൂന്നാമത്തെ പേജിലോട്ട് പോകുന്ന സമയത്ത് നെക്സ്റ്റ് ഡീറ്റെയിൽ പറഞ്ഞു. ദെൻ കണ്ടൻസിലോട്ട് നമുക്ക് നെക്സ്റ്റ് മെയിൻ ആയിട്ട് കിടക്കാം. ഇതാണ് കണ്ടൻസ് വരുന്നത്. ഇവിടെ GSTയും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സും അതുപോലെ തന്നെ ഡിറക്റ്റ് ടാക്സും ഈ രണ്ടിന്റെയും പ്രാക്ടിക്കൽ ഏരിയാസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പേപ്പറാണ് പ്രാക്ടിക്കൽ ടാക്സേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ള. സോ 2 ബ്ലോക്കുകളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ ബ്ലോക്ക് 1 പ്രാക്ടിക്കൽ ടാക്സേഷൻ, അതിൽ 2 യൂണിറ്റുകളാണ്. അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് അണ്ടർ GST, ഫയലിംഗ് ഓഫ് GST റിട്ടേൺ. അപ്പോൾ ഇതൊക്കെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BCom കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ GST പഠിച്ചിട്ടുണ്ടായിരിക്കും 6th സെമസ്റ്ററിൽ. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. ദെൻ അക്കൗണ്ടിങ് ഫോർ ഇൻകം ടാക്സ്, അതിൽ നമ്മൾ ഇൻകം ടാക്സിൽ ഇപ്പോൾ 5 ഹെഡ്സും ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷനും പഠിച്ചിട്ടുണ്ടായിരുന്ന ഇവിടെ അതിൻ്റെ പ്രാക്ടിക്കൽ ഏരിയാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ TDS ആൻഡ് TCS, അക്കൗണ്ടിങ് ഫോർ TDS ആൻഡ് TCS, പിന്നെ ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ. അപ്പോൾ ഈ ഡിറക്റ്റ് ടാക്സിൻ്റെയും ഇൻഡയറക്റ്റ് ടാക്സിൻ്റെയും പ്രാക്ടിക്കൽ ഏരിയാസ് ആണ് പ്രാക്ടിക്കൽ ടാക്സേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സബ്ജക്റ്റിൽ നമുക്ക് പഠിക്കാനുള്ള. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇതിൻ്റെ സ്റ്റഡി മെറ്റീരിയലിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം ഡെപ്തിൽ. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് ഇതാണ്, അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് അണ്ടർ GST. ഇതാണ് നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ. അപ്പോൾ ഇതൊക്കെ ടാക്സ് ലോ ആണ്. ഇപ്പം നമുക്ക് മാർക്കറ്റിംഗ് മാനേജ്മെന്റോ HRMോ പഠിക്കുന്ന പോലെ വെറുതെ വായിച്ച് പോയി എഴുതാൻ സാധിക്കുന്ന ഒന്നല്ല.
കാരണം ലോ ആയതുകൊണ്ട് തന്നെ ഒരു സെന്റൻസിന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് മീനിങ്ങുകൾ അവിടെ കിടക്കുന്നുണ്ട്. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇത് വായിച്ച് കൺസെപ്റ്റ് കിട്ടാൻ തന്നെ അത്യാവശ്യം ബുദ്ധിമുട്ടാണ്. അതാണ് ഈ ടാക്സ് ലോന്റെ പ്രത്യേകത, എസ്പെഷ്യലി GST ഒക്കെ. ഓക്കെ, അപ്പോൾ അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ് അണ്ടർ GST ആണ്. അപ്പോൾ അതിൽ ബേസിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യം ഇൻട്രൊഡക്ഷനിൽ, upon completion of this unit, learner will able to develop a comprehensive idea on the concept of GST, provide expert knowledge of goods and service tax, GST യുടെ realize the uniqueness of GST over the previous methods of taxation on goods and services. അപ്പോൾ പ്രീവിയസും ഇപ്പത്തെയും GSTക്ക് മുമ്പുള്ളതും ഇപ്പത്തെയും ഒരു കമ്പാരിസൺ ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന GSTയുടെ പറ്റിയിട്ട് കുറച്ചും കൂടി ഡെപ്തിൽ നോളജ് കിട്ടും. ഇതാണ് ഇതിൻ്റെ എയിം. ഓക്കെ, സോ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഇൻഡയറക്റ്റ് ടാക്സ് എന്താണെന്നുള്ളതാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. ദെൻ ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ്, അതിൻ്റെ കൺസെപ്റ്റുകളെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആദ്യം ഇൻട്രൊഡക്ഷനിൽ കാണാൻ സാധിക്കും. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡയറക്റ്റ് ടാക്സ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സ്, ഇതൊക്കെ റിപ്പീറ്റ് ചോദ്യമാണ് കേട്ടോ എക്സാമിന്. ദെൻ ഇൻട്രൊഡക്ഷൻ ടു ഇൻഡയറക്റ്റ് ടാക്സ്, GSTനെ പറ്റിയിട്ട് പഠിക്കാനുള്ളതാണ്. അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്, ഇവല്യൂഷൻ ഓഫ് GST നമുക്ക് എക്സാമിന് വരാറുള്ള ഒരു ചോദ്യമാണ്. ദെൻ ഡ്യുവൽ GST മോഡൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡ്യുവൽ GST മോഡൽ. ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഡയഗ്രാമത്തിലൂടെ നമുക്കത് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ബേസിക്സ് ആണ്. പിന്നെ ഫീച്ചേഴ്സ് ഓഫ് GST ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്ക്. ദെൻ അതിനുശേഷം ഇത് റിപ്പീറ്റ് ചോദ്യമാണ് ഡ്യുവൽ GST മോഡലിൻ്റെ കാര്യങ്ങളൊക്കെ, അതിൻ്റെ ഫീച്ചേഴ്സ്, ഇവല്യൂഷനൊക്കെ കേട്ടോ. പിന്നെ എങ്ങനെയാണ് GST ടാക്സ് ചാർജ് ചെയ്യുന്നത്, ലെവി ചെയ്യുന്നത്, കിട്ടുന്നതിൽ എത്ര സ്റ്റേറ്റ് ഗവൺമെൻറ് എത്ര സെൻട്രൽ ഗവൺമെൻറ്റിന് പോകും, ഇതൊക്കെ സെപ്പറേറ്റ് കാണാം. ദെൻ നീഡ് ഫോർ GST ഇൻ ഇന്ത്യ, ഇതൊക്കെ 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരുന്ന ഒന്നാണ് കേട്ടോ. പിന്നെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിൻ്റെ റേറ്റ്സ്, ഓരോന്നിനും ചാർജ് ചെയ്യുന്നത് എത്രയാണെന്നുള്ളത് കാണാൻ സാധിക്കും. ഒക്കെ ബേസിക്സാണ്. അതിൻ്റെ ഓരോന്നിനും വരുന്ന റേറ്റ്സും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഞാൻ പറഞ്ഞു നെക്സ്റ്റ് വീക്ക് മുതൽ നമ്മൾ ആരംഭിക്കുന്നുണ്ട് ക്ലാസ്സസ്. ദെൻ ടൈപ്സ് ഓഫ് GST ഇൻ ഇന്ത്യ, പലതരത്തിലുള്ള GST ഉണ്ട്. SGST, IGST, ഇൻ്റഗ്രേറ്റ് UTGST, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളാണ് പിന്നെ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ എൻറ്റയർ ബേസിക്സ് നമുക്ക് ആദ്യം കാണാൻ സാധിക്കും. പിന്നെ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് സപ്ലൈ. ഇവിടെ സപ്ലൈയുടെ ബേസിലാണ് GST നമ്മൾ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സപ്ലൈ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സപ്ലൈ അണ്ടർ GST ആണ് നമുക്കിവിടെ കാണാനുള്ള. സ്കോപ്പ് ഓഫ് സപ്ലൈ, അതിൽ സപ്ലൈ എന്താണ്, അതിൽ കോമ്പോസിറ്റ് സപ്ലൈ, മിക്സഡ് സപ്ലൈ, ഇതൊക്കെ ഡെപ്തിൽ കാണാനുണ്ട്. ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ, ഇന്റർസ്റ്റേറ്റ് സപ്ലൈ, ദെൻ വാല്യൂ സപ്ലൈ, ഡീറ്റെയിൽ എക്സംപ്റ്റ് സപ്ലൈയിൽ സീറോ റേറ്റഡ് സപ്ലൈ എന്താണ് അത് കാണാനുണ്ട്. ടൈം ഓഫ് സപ്ലൈ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക്. വാല്യൂ സപ്ലൈ എങ്ങനെയാണ് ഇതൊക്കെ കണ്ടുപിടിക്കണം എന്നുള്ളത് ഒക്കെ ഡെപ്തിൽ മനസ്സിലാക്കാനുള്ള സെക്ഷൻസ് ഒക്കെ ഡെപ്തിൽ മനസ്സിലാക്കാനുള്ള കാര്യങ്ങളുണ്ട്. ടൈം, അതുപോലെ തന്നെ വാല്യൂ ഓഫ് സപ്ലൈ ഞാൻ പറഞ്ഞു SAQയും അതുപോലെ തന്നെ 5 മാർക്കിനൊക്കെ വരുന്നതാണ്. പിന്നെ ഈ സപ്ലൈ പഠിക്കുമ്പോൾ അവിടെ ഏറ്റവും അറിയേണ്ടതാണ് ഇൻവോയ്സിനെ പറ്റിയിട്ട്. അപ്പോൾ ടാക്സ് ഇൻവോയ്സ് എന്താണ്, ഓക്കെ. അപ്പോൾ GSTയുടെ എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്നുണ്ട് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ. ടാക്സബിൾ സപ്ലൈ, സപ്ലൈ ഓഫ് ഗുഡ്സിൻ്റെ കേസ് എങ്ങനെയാണ്, സർവീസിൻ്റെ കേസ് എങ്ങനെയാണെന്നുള്ളത് സെപ്പറേറ്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഡെബിറ്റ് നോട്ട് എന്താണ്, ക്രെഡിറ്റ് നോട്ട് എന്താണ്, വേ ബില്ല് എന്താണ്. ഇപ്പോൾ CA CMA ഒക്കെ പഠിച്ചിട്ടുള്ള കുട്ടികൾ ചിലപ്പോൾ ഈ പറയുന്ന ഏരിയാസൊക്കെ ഓൾറെഡി കടന്നു പോയിട്ടുള്ളതായിരിക്കും. പ്രൊഫഷണൽ കോഴ്സിൽ ഓൾറെഡി ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല, നല്ല ടച്ച് ഉണ്ടായിരിക്കും. പിന്നെ ഡിഗ്രിക്ക് GST പഠിച്ച് അത്യാവശ്യം ഓർമ്മയുള്ള ആൾക്കാർക്ക് കേൾക്കുമ്പോൾ ഇതൊക്കെ പഠിച്ചിട്ടുള്ളൊരു ഇതുണ്ടാകും. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നെറ്റ്വർക്ക്, അതാണ് മറ്റൊരു ടോപ്പിക്ക്. നിങ്ങൾക്ക് ഇതിലൂടെ പോകുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ നമ്മൾ GST എന്ന് പറഞ്ഞുള്ള പേപ്പറിൽ 6th പഠിച്ചിട്ടുള്ളതാണ്. അത് കുറച്ചും കൂടി ഡെപ്തിൽ നമുക്കിവിടെ മനസ്സിലാക്കാനുണ്ട്. കോമ്പോസിഷൻ ലെവി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം. പിന്നെ ഞാൻ പറഞ്ഞു CA CMA CS ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊരു കുറച്ചും കൂടി ഒരു ടച്ച് ഉണ്ടായിരിക്കും. അതല്ലാത്തവർ കൂടുതൽ ടൈം എടുത്തിട്ട് തന്നെ പഠിക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടേമുകൾ മനസ്സിലാക്കാനും ഇതിൻ്റെ ലോ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയില്ല. പിന്നെ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്താണ്. നമുക്ക് GSTയുടെ ബേസിക്സ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആണ്. പിന്നെ TCSനെ പറ്റിയുള്ള കാര്യങ്ങൾ,
ഇതൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ. അപ്പോൾ TDS ഫസ്റ്റ് ചാപ്റ്റർ കൺസെപ്റ്റും ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ പഠിക്കാനുണ്ട്. റീഫണ്ട് ഓഫ് GST ലാസ്റ്റ് ഏരിയയിലോട്ട് വരുമ്പോൾ പിന്നെ പ്രോബ്ലംസ് ചെറുതായിട്ട് കാണാനുണ്ട്. നമുക്ക് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് കേട്ടോ എക്സാമിന്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ GST റിലേറ്റ് ചെയ്തുള്ള തിയറിക്കും പ്രോബ്ലത്തിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. 5 മാർക്കിൻ്റെയും SCQ ഒക്കെ പ്രോബ്ലംസ് നമ്മൾ കണ്ടുവന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു. സോ ഇതാണ് നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൽ കാണാനുള്ള GSTയുടെ കേട്ടോ. ഓക്കെ, ഇനി സെക്കൻഡ് യൂണിറ്റ് GST തന്നെയാണ്. അതിൻ്റെ ഫയലിംഗ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫയലിംഗ് ഓഫ് GST റിട്ടേൺസ്. അപ്പോൾ ഇതാണ് കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഏരിയാസ് ആണ് കൂടുതൽ ഇവിടെ. അതിൻ്റെ ബെനഫിറ്റ്സ് GST റിട്ടേണിൻ്റെ എങ്ങനെയാണ് ഫയൽ ചെയ്യുക, അതിൻ്റെ സ്റ്റെപ്പുകൾ, GSTR1 അതുപോലെ തന്നെ B2B ഓരോ എന്താണ് പറയുക, ഔട്ട്വേർഡ് സപ്ലൈ, ഇൻവേർഡ് സപ്ലൈ, ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട്, അതിൻ്റെ ഡീറ്റെയിൽസ്, GSTR1ൻ്റെ അമെൻമെൻറ്റ്സ്, GSTR2A. GST ഫയൽ ചെയ്തിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന കുട്ടികൾ പഠിക്കുന്നുണ്ടായിരിക്കും അല്ലേ, അവർക്കൊക്കെ ഇത് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. ഡെയിലി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് GST ഫയലിംഗ് ഒക്കെ. ഡ്യൂ ഡേറ്റ്, അതിൻ്റെ ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് ഡെപ്തിൽ പഠിക്കാനാണ്. അതിൻ്റെ പ്രൊസീജിയേഴ്സ്, GSTR3B, GSTR4. ഓക്കെ, ഔട്ട്വേർഡ് സപ്ലൈ. അപ്പോൾ ഈ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ മൊത്തം GST ഫയൽ ചെയ്യണതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. സോ അതുകൊണ്ടാണ് ഈ പേപ്പറിനെ തന്നെ നമ്മൾ പ്രാക്ടിക്കൽ ടാക്സേഷൻ എന്ന് പറയുന്നത്. ഫയലിംഗ് ഓഫ് GST റിട്ടേൺ ഓൺലൈനായിട്ട് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ അതാണ് ചാപ്റ്റർ നമ്പർ 2 നമുക്ക് പഠിക്കാനുള്ളത്. GSTR9, ദെൻ ഫൈനൽ റിട്ടേൺ, IT റിവേഴ്സൽ. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് GSTയുടെ 2 യൂണിറ്റുകൾ നമുക്ക് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇൻകം ടാക്സിൻ്റെ അതിൻ്റെ പ്രാക്ടിക്കൽ ഏരിയാസ് ആണ്. അതും ഈ പറയുന്ന 2 ചാപ്റ്ററുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലാദ്യം അക്കൗണ്ടിങ് ഫോർ TDS ആൻഡ് TCS ആണ് നമുക്ക് ഈ ചാപ്റ്റർ. പിന്നെ ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണതിൻ്റെ കാര്യം. ഓക്കെ, നമ്മൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ള എന്താണ് 5 ഹെഡ്സും കാര്യങ്ങളൊക്കെയാണ്. ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷൻ, ഇവിടെ അതൊക്കെ അതിൻ്റെ പ്രാക്ടിക്കൽ വശങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അക്കൗണ്ടിങ് ഫോർ TDS ആൻഡ് TCS എന്താണ്, അതിൻ്റെ കാര്യങ്ങളിലോട്ടാണ് നമുക്ക് പോകേണ്ട. TDSനെ പറ്റിയിട്ടും അതിൽ നമ്മൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം വരെയുള്ള ഡീറ്റെയിൽസ് ഒന്ന് സമ്മപ്പ് ചെയ്തിട്ട് നമുക്ക് ആദ്യം കാണാൻ സാധിക്കും. സ്ലാബുകൾ കാണാൻ പറ്റും. ഓക്കെ, ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് സ്ലാബ് ഡീറ്റെയിൽസ്, AMT എന്താണ്, ഓൾട്ടർനേറ്റീവ് മിനിമം ടാക്സ് ഒന്നും നിങ്ങൾ ഡിഗ്രിക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചില്ലേ. ഡൊമസ്റ്റിക് കമ്പനിയുടെ കാര്യങ്ങൾ, ദെൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കേസിൽ എങ്ങനെയാണ് വരുന്നത്, TCSനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഡെപ്തിൽ കാണാൻ സാധിക്കും. ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് നമുക്ക് പ്രാക്ടിക്കൽ ഇതിൽ അതിൻ്റെ പ്രോബ്ലംസ് ആണ് പിന്നെ വരുന്നത്. ജേണൽ എൻട്രി എങ്ങനെയാണ് നമ്മളത് വരുമ്പോൾ എൻട്രി എങ്ങനെയാണ് വരാമെന്നുള്ളത് നമുക്ക് പഠിക്കാനുണ്ട്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഇതൊന്നും നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുന്നില്ല. എൻട്രി അല്ല അക്കൗണ്ടിങ് കാര്യങ്ങളൊന്നും നമ്മൾ പഠിക്കുന്നില്ലല്ലോ. ടാക്സേഷൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിലോട്ടൊന്നും നമ്മൾ പോകുന്നില്ല. പിന്നെ ഈ TDS റിട്ടേൺ ഇതൊക്കെയാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള. പിന്നെ അഡ്വാൻസ് ടാക്സ് അതിൻ്റെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് കാണാൻ സാധിക്കും. ഗ്രോസ് ടോട്ടൽ ഇൻകം ഫുൾ പ്രോബ്ലംസ് ലാസ്റ്റ് ഏരിയയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക, TDS TCS ഒക്കെ നമുക്ക് ഡീറ്റെയിൽസ് ഇൻകത്തിൻ്റെ ഒക്കെ തന്നിട്ടുള്ളത്. അതാണ് നെക്സ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ലാസ്റ്റ് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഏരിയയിൽ. ഓക്കെ, പ്രോബ്ലംസ് ആണ് ലാസ്റ്റ് മൊത്തം വരുന്നത് കേട്ടോ. പ്രോബ്ലംസ് ഇതിൽ നിന്ന് വരാറുള്ളതാണ്. GSTയിൽ നിന്നും അതുപോലെ തന്നെ ടാക്സിൽ നിന്നും ഇൻകം ടാക്സിൽ നിന്നും പ്രോബ്ലംസ് വരാറുണ്ട്. നമുക്ക് തിയറി പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയാൽ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അതാണ്. ഇനി ലാസ്റ്റ് ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺ. നമ്മൾ GSTയുടെ ഫയലിംഗ് കണ്ട പോലെ തന്നെ ഇവിടെ ഇതിൻ്റെ ഫയലിംഗ് ആണ്. ITR 1, 2 റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാൻ സാധിക്കും. മാൻഡേറ്ററി റിട്ടേൺ, പലതരത്തിലുള്ള റിട്ടേൺ ഓഫ് ലോസ്, റിട്ടേൺ ഓഫ് ഇൻകം, ഡിഫക്റ്റീവ് റിട്ടേൺ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിട്ടേണിനെ പറ്റിയിട്ട് ഡെപ്തിൽ മനസ്സിലാക്കാനുണ്ട്. അതിൻ്റെ ഫയലിങ്ങിലോട്ട് നമുക്ക് മനസ്സിലാക്കാനുണ്ട് കാര്യങ്ങൾ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ITR 1, 2, 3 ഓരോരുത്തർക്കും അതിൻ്റെ ഡേറ്റ് എങ്ങനെയാണ്, ഇതാ ഏതൊക്കെ ഡിഡക്ഷൻസിൻ്റെ കേസസ്,
ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പ്രാക്ടിക്കൽ വശങ്ങളാണ് നമുക്ക് ശരിക്കും ഇവിടെ കാണാനുള്ളത്. കണ്ടോ, അതിൻ്റെ പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ ITR ഫയൽ ചെയ്യുമ്പോൾ വെരിഫൈ ചെയ്യുന്നു, ITR ജനറേറ്റ് ഡെയിലി ലൈഫിൽ. ഇത് എസ്സേഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. കണ്ടോ, ഒരു എത്ര സ്റ്റേജസിലൂടെ നമ്മൾ കടന്നു പോകുന്നു എന്നുള്ളതാണ് ലാസ്റ്റ്. അപ്പോൾ ഇങ്ങനെ ടോട്ടൽ നമുക്ക് 2 ബ്ലോക്കുകളാണ് പഠിക്കാനുള്ളത്. ഇൻഡയറക്റ്റ് ടാക്സ്, ഇതിന് GSTയുടെ കാര്യങ്ങൾ പഠിച്ച് അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് കുറച്ച് സമയം എടുക്കും. GST എന്ന് പറയുമ്പോൾ ഓരോ ഏരിയാസും അതിൻ്റെ ലോ കുറച്ച് കട്ടിയാണ്. നമുക്ക് നല്ല നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നമ്മുടെ ഓൺവേർഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കത് എഴുതി പഠിപ്പിക്കാൻ പറ്റുള്ളൂ. ലോയാണല്ലോ ഇതൊക്കെ. ഇപ്പം GST പ്രാക്ടിക്കൽ വശങ്ങളുണ്ട്, GSTയുടെ ബേസിക്സ് കവർ ചെയ്യാനുണ്ട്. ഇൻകം ടാക്സിൻ്റെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, ബട്ട് അതിൻ്റെ പ്രാക്ടിക്കൽ ഏരിയാസാണ് കൂടുതലുള്ളത്. 2 ബ്ലോക്കുകളിൽ 4 മൊഡ്യൂൾസാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ ആദ്യത്തെ പേപ്പർ. ഞാനിപ്പോൾ 5 പേപ്പറാണെന്ന് പറഞ്ഞു. ഫസ്റ്റ് സെമസ്റ്റർ MCOM ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലുള്ള അതിൽ ആദ്യത്തെ പേപ്പറായിട്ടുള്ള പ്രാക്ടിക്കൽ ടാക്സേഷൻ പ്രോബ്ലം പേപ്പറിലോട്ടാണ് നമ്മൾ അതിൻ്റെ സിലബസും ഡീറ്റെയിൽസിലോട്ടും പോയത്. ഇനി ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള ചോദിക്കാനുള്ള മറുപടി, ഇതിനെ നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ തന്നെ പഠിക്കണോ? ഈ GST അതുപോലെ തന്നെ ഇതിനൊക്കെ നമുക്ക് മറ്റ് ടെക്സ്റ്റുകൾ റെഫർ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ? അപ്പോൾ നിങ്ങളുടെ ഇത് പറയാനുള്ളത്, നമുക്ക് സ്റ്റഡി മെറ്റീരിയലിൻ്റെ ഇത് ടാക്സ് ലോ ആയതുകൊണ്ട് തന്നെ എല്ലാ ബുക്കിലും ഈ സെയിം കണ്ടന്റ് തന്നെ കാണാൻ പറ്റും. റെഫറൻസ് ബുക്കുകളിൽ ഇപ്പം മെഹ്റോത്തറയുടെ ബുക്കിൽ ഈ സെയിം എന്താണ് GST റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻകം ടാക്സിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി നല്ല രീതിയിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കണോണ്ട് കുഴപ്പമില്ല. ബട്ട് സിലബസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിരിക്കണം. ഇപ്പം GSTയുടെ ഫീച്ചേഴ്സും മറ്റു കാര്യങ്ങളും നമുക്ക് ചിലപ്പോൾ ഈ സെയിം കാര്യം തന്നെ നിങ്ങൾ മറ്റൊരു ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ട്, അപ്പോൾ അത് വായിക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നോ പ്രോബ്ലം. കണ്ടന്റ് ഉണ്ടാവണമെന്ന് മാത്രം. ഇത് GST ലോ എന്ന് പറയുമ്പോൾ ഇതെല്ലാത്തിലും ഇത് തന്നെയാണ്, ഓരോരുത്തർക്ക് സെപ്പറേറ്റ് ഒന്നുമില്ല. അപ്പോൾ നമ്മളാണെങ്കിലും ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്താണ് ഇതിൽ സ്റ്റഡി മെറ്റീരിയലിൻ്റെ സിലബസ് ബേസ് ചെയ്തിട്ട് ഇപ്പോൾ റെഫറൻസ് ബുക്കുകൾ നല്ലതുണ്ടെങ്കിൽ ഇവർ തന്നെ റെഫറൻസ് ബുക്കുകൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിലത്തെയും കാര്യങ്ങൾ പഠിപ്പിക്കും. നോട്ട്സൊക്കെ ആക്കിയിട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ അതൊന്നും ഒരു പ്രശ്നമില്ല. കണ്ടന്റ് കിട്ടണം, നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം എന്ന് മാത്രം. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് അതിനുള്ളൊരു മറുപടി. ഇനി ഈ സ്റ്റഡി മെറ്റീരിയലിനെ പറ്റിയിട്ട് പറയാനുള്ളത്, ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആദ്യമായിട്ട് ചെയ്തിട്ടുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാ ഡിസ്റ്റൻസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റഡി മെറ്റീരിയലിൻ്റെ പോലെ തന്നെ ഒരു ക്വാളിറ്റി തന്നെയാണ് അവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുമ്പോഴാണ് ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളും പ്രസൻറ്റേഷനിലൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. അറ്റ് പ്രസൻറ്റ് ഓൺ ആൻ ആവറേജ് മെറ്റീരിയൽ മാത്രമായിട്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മെറ്റീരിയലുണ്ട്. നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ എപ്പോഴും കാണാൻ സാധിക്കുന്നത് എന്താ, നമുക്ക് വായിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 100% സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. കാരണം ആ രീതിയിലൊരു പ്രസൻറ്റേഷനാണ്, നമ്പർ ഓഫ് പേജസ് ഒക്കെ കുറവായിരിക്കും ബുക്കിൽ. നേരെ മറിച്ച് നമുക്ക് നല്ല ബുക്കുകൾ റെഫറൻസ് ബുക്കിലോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് വായിക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പോൾ ആ ഒരു കുറവ് എന്തായാലും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, സോ ഇതാണ് സിലബസ് ഡീറ്റെയിൽസ്, സ്റ്റഡി മെറ്റീരിയലിൻ്റെ മൊത്തം ഡീറ്റെയിൽ പറയാനുള്ള. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള പേപ്പേഴ്സിൻ്റെയും സിലബസ് അനാലിസിസും അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽ അനാലിസിസും ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെക്സ്റ്റ് വീക്ക് മുതൽ തന്നെ നമ്മുടെ ക്ലാസ്സസ് ആരംഭിക്കുകയാണ്. നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.